Good morning, Anupriya. Okay. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. ഓക്കെ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ആരെങ്കിലും ഒരാൾ പറയും അൺമ്യൂട്ട് ചെയ്തിട്ട്, എല്ലാവരും കൂടി ഓപ്പൺ ആക്കരുത്. ഷഹന തന്നെ പറഞ്ഞോളൂ, എന്തൊക്കെ നമ്മൾ പഠിച്ചു ലാസ്റ്റ് ക്ലാസ്സിൽ, എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു? ഷഹന. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് വരെ പറഞ്ഞു. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടോപ്പിക്കില്? ലീക്കേജ് വേസ്റ്റില് ഫസ്റ്റ് നമ്മൾ ലീക്കേജ് വേസ്റ്റ് ഹോസ്പിറ്റലായിരുന്നു പഠിച്ചത്, ഫസ്റ്റ് തുടങ്ങിയത്. പിന്നെ ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഹോസ്പിറ്റൽ, പിന്നെ ലീക്കേജ്. മ്യൂട്ട് ചെയ്തോളൂ ഉമ്മ. ഓക്കെ മൻഹ, കണ്ടിന്യൂ ചെയ്യൂ. എന്തൊക്കെ ഡിസ്കസ് ചെയ്തു നമ്മൾ ആ ചാപ്റ്റർ? നമ്മൾ സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റില് മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ആയിരുന്നു ഫസ്റ്റ് പറഞ്ഞത്. അപ്പം അവിടെ നമ്മൾ സർജറീസ്, ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തൊക്കെ ലീക്കേജ് ആവാൻ സാധ്യതയുണ്ട്. അത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് ആയിരിക്കും. അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റിന് അത് കാരണമാകുന്നുണ്ട്. അടുത്തത് ലബോറട്ടറി ടെസ്റ്റിംഗ് ആയിരുന്നു. അത് ഇതുപോലെ തന്നെ നമ്മളെ ബ്ലഡ്, യൂറിനൊക്കെ നമ്മൾ പിന്നെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന ടൈമിൽ അവിടെ ബോഡി ഫ്ലൂയിഡ്സ് ആവുന്നു. അപ്പം അതിന് ഇത് ടെസ്റ്റിന് വേണ്ടി അവർ കെമിക്കൽസ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ അത് കെമിക്കൽസ് ഒന്നും സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. അതും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതും ഒരു സ്പില്ലേജ് വേസ്റ്റ് ആണ്. പിന്നെ അടുത്ത പേഷ്യന്റ് കെയർ ആയിരുന്നു. അതിൽ സർജറി പേഷ്യൻസിനെയൊക്കെ നമ്മൾ റൂമിലോട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ദിവസവും ബെഡ്ഷീറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ യൂറിനൊക്കെ കളക്ട് ചെയ്ത് മാറ്റേണ്ടി വരും. അപ്പൊ ആ ടൈമിലൊക്കെ ഒരു ലീക്കേജ് ആവാറുണ്ട്. അത് നേരിട്ട് ബന്ധപ്പെടുന്ന ഇപ്പൊ സ്റ്റാഫുകളാണെങ്കിൽ അവർക്കും ഇതൊരു ഡിസീസ് ഉണ്ടാവാൻ ഒരു സാധ്യത ഉണ്ടാകുന്നു. അപ്പൊ അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതും ഒരു സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് മാറുന്നു. അടുത്ത ഹാൻഡിലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ് ആയിരുന്നു. അപ്പം ഈ പറയുന്ന പോലെ നമ്മൾ മെഡിക്കൽ ഇതിന് ഉപയോഗിക്കുന്ന കുറെ സാധനങ്ങൾ എന്ന് വെച്ചാൽ നീഡിൽസ്, അതുപോലെ തന്നെ കണ്ടെയ്ൻമെന്റ് ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അതും കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ, ആ ഡിസ്കാർഡ് ചെയ്യാൻ നമ്മൾ നോക്കിയില്ലെങ്കിലും അതും ഒരു സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് മാറാറുണ്ട്. അടുത്തത് പിന്നെ മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഇപ്പം വ്യത്യസ്ത തരം ഉപകരണങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ CT സ്കാൻ ചെയ്യാൻ, എക്സ്റേ, ഇതൊക്കെ നമ്മൾ ഓരോ ഡിവൈസ് യൂസ് ചെയ്യാറുണ്ട്. ഇതും റിപ്പയർ ചെയ്യണം. ഈ റിപ്പയർ ചെയ്യാനും അതിന് കെമിക്കൽസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ കെമിക്കൽസും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ അത് ഒരു സ്പില്ലേജ് വേസ്റ്റ് ആണ്. ഇതെല്ലാം പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അതും ഒരു ഇതായിട്ട് സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് മാറും. അടുത്ത സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്. ഇപ്പൊ ഹോസ്പിറ്റലിന് അകത്തെ വേസ്റ്റുകളും അതുപോലെ പുറത്തുള്ള എല്ലാ വേസ്റ്റുകളും നമ്മൾ അത് പുറത്തേക്ക് കൊണ്ട് ഡിസ്കാർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അത് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ലീക്കേജ് ഉണ്ടാവുകയാണെങ്കിൽ അതും ഒരു സ്പില്ലേജ് വേസ്റ്റിന് സാധ്യതയുണ്ട്. ഇതൊക്കെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ മൻഹ, വെരി ഗുഡ്. നമ്മൾ ഇന്ന് മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ജിഷ്ണ, ഏതൊക്കെ ടൈപ്പ് ആണ് നമ്മൾ പഠിച്ചത്? ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഹോസ്പിറ്റൽസിൽ അല്ലെ? ഏതൊക്കെ ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞത് അല്ലെ? എന്തൊക്കെയായിരുന്നു അത്? എനിക്ക് ക്ലാസ് കയറാൻ പറ്റിയിട്ടില്ല. കയറാൻ പറ്റില്ല. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. വേറെ ആർക്കെങ്കിലും പറയാവോ എന്തൊക്കെയാ നമ്മൾ ഡിസ്കസ്? പേരെന്താ? എന്തോ? നസീറ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. നസീറ കണ്ടിന്യൂ. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് യൂറിൻ, സലൈവ, കഫ് എന്നിവ ഇതുപോലുള്ള ഐറ്റംസ്. കെമിക്കൽസ്, ലാബുകളിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഷാർപ്സ്, സിസേഴ്സ്, ബ്ലേഡ്, നീഡിൽസ്, അതുപോലെയുള്ളത്. പിന്നെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ഓർഗാനിക് മെറ്റീരിയൽസ്.
ഹോസ്പിറ്റൽ ഡയഗ്നോസ്റ്റിക്കിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്. പിന്നെ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്, മെർക്കുറി, ലെഡ് പോലുള്ള മെഡിക്കൽ എക്യുപ്മെന്റിന് യൂസ് ചെയ്യുന്ന അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. ഇത്രയുമാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ് പഠിച്ചത്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ഓക്കെ, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സ്പില്ലേജിനെ കുറിച്ചാണ്. അത് എങ്ങനെ മാനേജ് ചെയ്യണം, അതിന് ചില സ്റ്റെപ്പുകൾ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ഓക്കെ, അപ്പോൾ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ലീക്കേജ് വേസ്റ്റ് ക്യാൻ കോസ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആൻഡ് പ്രോപ്പർ മാനേജ്മെന്റ് ഈസ് പിവറ്റൽ. എന്താണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിന്റെ ലീക്കേജ് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനായിട്ട് കാരണമാകുന്നുണ്ട്. എന്തൊക്കെ ഇൻഫെക്ഷ്യസ് ഡിസീസസ് വരാം? ഈ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിന്റെ ലീക്കേജ് മൂലം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫിനോ പേഷ്യൻസിനോ എന്തൊക്കെ അസുഖങ്ങൾ വരാനായിട്ട് കാരണമാകുന്നുണ്ട്? എന്തൊക്കെ ഡിസീസസ് ഇത് മൂലം ഉണ്ടാകുന്നുണ്ട്? എന്തൊക്കെയാണ്? നമ്മൾ 2 ഡിസീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഏതൊക്കെയായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? HIV, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി. അപ്പൊ ഇതേപോലുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഈ ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ ലീക്കേജ് മൂലം ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫിനോ പേഷ്യൻസിനോ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്തരം സ്പില്ലേജിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതും അല്ലെങ്കിൽ എന്താണ് ഡിസ്പോസ് ചെയ്യേണ്ടതും വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, എ ബോഡി ഫ്ലൂയിഡ് ആസ് any fluid found in produced by or excreted from the human body which includes. അപ്പൊ ശരീരത്തിൽ കാണുന്നതോ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്താണ് പുറന്തള്ളുന്നതോ ആയ ധാരാളം ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ബ്ലഡ്, യൂറിൻ, ഫീസസ്, സലൈവ, ടിയേഴ്സ്, ബ്രസ്റ്റ് മിൽക്ക്. ഇവിടം വരെ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഇതൊക്കെ നമുക്ക് പരിചിതമാണ്. നെക്സ്റ്റ് വൺ ആണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് which is CSF, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, എന്താണ് CSF അല്ലെങ്കിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്നതോ ആയ നിരവധി ഫ്ലൂയിഡുകൾ ഉണ്ട് ബോഡിയിൽ. അപ്പൊ അതിൽ ഏതൊക്കെയാണ് എക്സാമ്പിൾസ് ചോദിച്ചാൽ ഏതൊക്കെ എഴുതാം? ബ്ലഡ് എഴുതാം, യൂറിൻ എഴുതാം. ഓക്കെ, അപ്പൊ അതിൽ വൺ ആണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, CSF. എന്താണ് CSF? ആർക്കെങ്കിലും അറിയോ? അതായത് നമ്മുടെ ബ്രെയിനിനും സ്പൈനൽ കോഡിനും ഇടയിലുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. നമ്മുടെ ബ്രെയിനിനെ ഇഞ്ചുറീസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഓക്കെ, കുഷ്യൻസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ അല്ല മാഡം, ഒന്നുകൂടെ പറയോ? മാഡം ഒന്നുകൂടെ പറയോ? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് which is CSF. ഓക്കെ, നമ്മുടെ ബ്രെയിനിനും സ്പൈനൽ കോഡിനും ഇടയിൽ കാണുന്ന ഒരു ഫ്ലൂയിഡ് ആണ്. നമ്മുടെ ബ്രെയിനിനെ ഇഞ്ചുറീസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഫ്ലൂയിഡ് ആണ്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. അപ്പൊ എഴുതിക്കോളൂ, നോട്ട്സ് ഉണ്ടല്ലോ എല്ലാവരുടെയും കയ്യില് ഇല്ലേ? CSF എന്താണ്? CSF, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് is a clear colorless liquid. CSF is a clear colorless liquid that surrounds and cushions the brain. ഒന്നുകൂടി പറയാം, സ്പീഡ് കൂടുന്നു. ഒന്നുകൂടി പറയൂ. മ്യൂട്ട് ചെയ്യൂ. പറയാം. അതായത് CSF എന്താണെന്ന് ക്ലിയർ ആണോ? എന്താണ്? നമ്മുടെ ബ്രെയിനിനും സ്പൈനൽ കോഡിനും ഇടയിൽ കാണപ്പെടുന്ന ഒരു ലിക്വിഡ് ആണ്. ഈ ലിക്വിഡ് ആണ് നമ്മുടെ ബ്രെയിനിനെ ഇഞ്ചുറീസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? എന്താ CSF എന്ന് ക്ലിയർ ആയോ? നമ്മുടെ ബ്രെയിനിനും സ്പൈനൽ കോഡിനും എന്തോ മനസ്സിലായി. ഓക്കെ. ബ്രെയിനിനും സ്പൈനൽ കോഡിനും ഇടയിലുള്ള ഫ്ലൂയിഡ് ആണ് CSF എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ബ്രെയിനിനെ ഇഞ്ചുറീസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എഴുതിക്കോളൂ, CSF is a cerebrospinal fluid is a clear colorless liquid. Clear colorless liquid that surrounds and cushions the brain and the brain and spinal cord.
ഒന്നും കൂടി പറയൂ. Cerebrospinal fluid is a clear, colorless liquid. CSF is a clear, colorless liquid that surrounds and cushions the brain and the spinal cord. The brain and spinal cord. അപ്പോ എന്താണ് CSF? സുജ, എന്താണ് CSF? അല്ലെങ്കിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? It is a clear and colorless liquid that surrounds and cushions the brain and spinal cord. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബ്രെയിനിനും സ്പൈനൽ കോഡിനും ഇടയിൽ കാണുന്ന ഒരു ഫ്ലൂയിഡ് ആണിത്. നമ്മുടെ ബ്രെയിനിനെ കുഷ്യൻസിൽ നിന്നും അല്ലെങ്കിൽ ഇഞ്ചുറീസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. ഓക്കെ, നോട്ട് ചെയ്തല്ലോ എല്ലാവരും? നെക്സ്റ്റ് മാഡം സറൗണ്ട്സ് ആൻഡ് പിന്നെന്തേലും പറഞ്ഞു? and cushions, CUSHIONS, cushions the brain and spinal cord. Okay. The brain and spinal cord. Okay. Then semen. എന്താണ് semen? നമുക്ക് ഇൻജുറീസ് കൂടി പറഞ്ഞൂടെ? പറയാം. സെമൻ എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ് ആണ് സെമൻ. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. മ്യൂട്ട് ചെയ്യൂ. ലിജി ബിനു മ്യൂട്ട് ചെയ്യൂ ലിജി. ഓക്കെ, സെമൻ എന്താ? സെമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ്. നോട്ട് ചെയ്തോ? സെമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ്. നെക്സ്റ്റ് വൺ ആണ് വജൈനൽ ഫ്ലൂയിഡ്. വജൈനൽ ഫ്ലൂയിഡ് എന്താണ്? വജൈനൽ ഫ്ലൂയിഡ് ഫീമെയിൽ നിന്നും ഡിസ്ചാർജ് ആകുന്ന ഒരു ലിക്വിഡ് ആണ് വജൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിസ്ചാർജ് ഓഫ് ഫ്ലൂയിഡ് എഴുതിക്കോളൂ. ഡിസ്ചാർജ് ഓഫ് ഫ്ലൂയിഡ് in adult woman commonly known as vaginal discharge. Commonly known as vaginal discharge. ഇപ്പൊ എന്താ vaginal fluid? Discharge of fluid in adult woman commonly known as vaginal discharge. അഡൽട്ട് വുമണിൽ നിന്നും എന്താണ് ഡിസ്ചാർജ് ആകുന്ന ഈ ഫ്ലൂയിഡിനെയാണ് നമ്മൾ വജൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നോട്ട് ചെയ്തോ? ഓക്കെ, അപ്പൊ CSF നമ്മൾ പഠിച്ച ബോഡി ഫ്ലൂയിഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എക്സ്ക്രീറ്റ് ചെയ്യുന്നതായ ബോഡി ഫ്ലൂയിഡ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്തായിരുന്നു? ബ്ലഡ്, യൂറിൻ, അങ്ങനെ കുറെ നമ്മളൊരു കോമൺ ആയിട്ടുള്ളത് ഡിസ്കസ് ചെയ്തു. പിന്നെ ഉള്ളതാണ് CSF. ഓക്കെ, CSF എന്തായിരുന്നു? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. നമ്മുടെ ബ്രെയിനിനും സ്പൈനൽ കോഡിനും ഇടയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ദെൻ സെമൻ എന്തായിരുന്നു? സെമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ് ആണ് സെമൻ എന്ന് പറയുന്നത്. ദെൻ വജൈനൽ ഫ്ലൂയിഡ് എന്താ? അഡൽട്ട് വുമണിൽ നിന്നും ഡിസ്ചാർജ് ആകുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ വജൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് പറഞ്ഞോട്ടെ? ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. എന്താ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്? പ്രഗ്നൻസി ടൈമില് ബേബി ക്യാരി ചെയ്യുന്ന സമയത്ത് ഗർഭപാത്രത്തിൽ ഉണ്ടാവുന്ന വാട്ടർ. ബേബിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, വൂമ്പില് ബേബിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പൊ എഴുതിക്കോളൂ. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഈസ് ദ ലിക്വിഡ് amniotic fluid is the liquid that surrounds and protects a baby
surrounds and protects baby in the womb. Protects baby in the womb. ക്ലിയർ അല്ല, ഒന്നുകൂടെ പറഞ്ഞേ. ക്ലിയർ അല്ല. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? നെറ്റ് പോയായിരുന്നു, അതുകൊണ്ടാണ്. ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്താ? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇസ് ദ liquid മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. ലിക്വിഡ് ദാറ്റ് സറൗണ്ട്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ബേബി ഇൻ ദ womb. In the womb. WOMB, womb. ഓക്കെ, ആരാ അൺമ്യൂട്ട് ചെയ്തേക്കുന്നത്? പ്ലീസ് മ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്തേക്കുന്നത് ആരാ? മാഡം പ്രൊട്ടക്ട് ബോഡി ഇൻ ദി ബാക്കി കേട്ടില്ല. Baby in the womb. WOMB, womb. Leia, please mute. Leia, mute ചെയ്യൂ. Leia, mute ചെയ്യൂ. ഓക്കെ, കിട്ടിയോ? അപ്പൊ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്താണ്? പ്രഗ്നൻസി ടൈമില് ബേബീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ഏതൊക്കെ ബോഡി ഫ്ലൂയിഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു? ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ലേയ, ഏതൊക്കെ ബോഡി ഫ്ലൂയിഡ്സ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്? ബ്ലഡ്, യൂറിൻ, CSF, സെമൻ, വെജീനൽ ഫ്ലൂയിഡ്. ഓക്കെ, CSF എന്തായിരുന്നു? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ബ്രെയിന്റെയും സ്പൈനൽ കോഡിന്റെയും ഇടയിൽ വരുന്ന ലിക്വിഡ് ആണ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. പിന്നെ നമ്മൾ സെമൻ എഴുതി. സെമൻ എന്തായിരുന്നു? മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ് ആയിരുന്നു. ദെൻ വജൈനൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? അഡൽട്ട് വുമണിൽ നിന്നും ഡിസ്ചാർജ് ആവുന്ന വജൈനൽ ഫ്ലൂയിഡ്. ദെൻ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്താണെന്ന് എഴുതി. നെക്സ്റ്റ് വൺ ഏതാ? പ്ലൂറൽ ഫ്ലൂയിഡ്. എന്താണ് പ്ലൂറൽ ഫ്ലൂയിഡ്? ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. എന്താണ് പ്ലൂറൽ ഫ്ലൂയിഡ്? എഴുതിക്കോളൂ, പ്ലൂറൽ ഫ്ലൂയിഡ്. അപ്പൊ പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലെഗ്സിന്റെയും ചെസ്റ്റിന്റെയും ഉള്ളിലുള്ള ഒരു തിൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ് പ്ലൂറ എന്ന് പറയുന്നത്. ഈ പ്ലൂരയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ ഫ്ലൂയിഡ്. ഓക്കെ, ക്ലിയർ ആണോ? നമ്മുടെ ലെഗ്സിന്റെയും ചെസ്റ്റിന്റെയും ഉള്ളിലുള്ള ഒരു തിൻ ആയിട്ടുള്ള പാർട്ടാണ് പ്ലൂര. ഈ പ്ലൂരയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ ഫ്ലൂയിഡ്. ഇത് നമ്മളെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബ്രീത്തിങ്ങിന്റെ ടൈമിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻസ് റെഡ്യൂസ് ചെയ്യാൻ ഈ പ്ലൂറൽ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? പ്ലൂറൽ ഫ്ലൂയിഡ് എന്താണെന്ന് ക്ലിയർ ആണോ? നമ്മുടെ ലങ്സിന്റെയും ചെസ്റ്റിന്റെയും ഇടയിലുള്ള ഒരു തിൻ ആയിട്ടുള്ള പാർട്ടാണ് പ്ലൂര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്ലൂരയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ ഫ്ലൂയിഡ്. ഓക്കെ, ഇതെന്തിനാ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മളെ ബ്രീത്തിങ്ങിന്റെ ടൈമില് എന്താണ്? ലങ്സിന്റെയും ചെസ്റ്റിന്റെയും വോളുകളിൽ ഉണ്ടാകാവുന്ന ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് ഈ പ്ലൂറൽ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? മാം ഒന്നുകൂടി പറയൂ മാഡം. മാം ഒന്നുകൂടി പറയാം, ക്ലിയർ ആയിട്ടില്ല. പറയാം. അതായത് എന്താണ്? ലങ്സിന്റെയും ചെസ്റ്റിന്റെയും ഇടയിലുള്ള ഒരു പാർട്ടാണ് പ്ലൂര. ഓക്കെ, അത് ക്ലിയർ ആണോ? അപ്പൊ ഈ പ്ലൂരയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്രീത്തിങ് ടൈമില് ഈ ചെസ്റ്റിന്റെയും ലങ്സിന്റെയും വോളുകൾക്കുണ്ടാകാവുന്ന ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ടാണ് ഈ പ്ലൂറൽ ഫ്ലൂയിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ മാം. എഴുതിക്കോളൂ. Pleural fluid is a lubricating liquid. Pleural fluid is a lubricating liquid.
found between the layers of the pleura. Found between the layers of the pleura. The thin membranes, MEM, BRANES, thin membranes that line the lungs and cavity. എന്താ പറയാ ഡെഫിനിഷൻ ഒന്നും കൂടെ പറയാവോ? പറയാം. നിങ്ങൾ മലയാളത്തിൽ എഴുതിയെടുത്തെങ്കിൽ അത് മതി. ഓക്കെ, ഇംഗ്ലീഷിൽ എഴുതണം എന്നുള്ളവർക്ക് ഇത് എഴുതാം. Pleural fluid is a lubricating liquid found between the layers of the pleura. Comma, the thin membranes that line the lungs and chest cavity. Okay, which helps to reduce എന്ത് reduce ചെയ്യാനാ help ചെയ്യുന്നത്? Friction. Okay, which helps to reduce friction during breathing. Okay, അപ്പൊ പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചെസ്റ്റിന്റെയും എഴുതിയോ, നോട്ട് ചെയ്തോ? Yes, ma'am. അപ്പൊ ചെസ്റ്റിന്റെയും എന്തോ ഈ ചെസ്റ്റിന്റെയും ലങ്സിന്റെയും ഇടയിലുള്ള ഒരു തിൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ് പ്ലൂര എന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്ലൂരയിൽ പറയോ? പറഞ്ഞുതരാം. അപ്പൊ ഈ പ്ലൂരയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ ഫ്ലൂയിഡ്. ഇത് നമ്മൾ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ബ്രീത്തിങ് ടൈമിൽ ചെസ്റ്റിന്റെയും ലങ്സിന്റെയും ഒക്കെ വോളിൽ ഉണ്ടാകാവുന്ന ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് ഈ ഫ്ലൂയിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ പ്ലൂറൽ ഫ്ലൂയിഡ്? Pleural fluid is a lubricating liquid found between the layers of the pleura. Found between the layers of the pleura, comma, the thin membranes MEM, BRANES, membranes that line the lungs and chest cavity. Which helps to reduce friction എന്തോ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു തരുമോ അതിന്റെ? ഏതിന്റെയാ? ഫ്രിക്ഷൻ ആണോ? FRICTION, friction during breathing. ഓക്കെ, കിട്ടിയോ? പ്ലൂറൽ ഫ്ലൂയിഡ് കിട്ടിയോ? ഓക്കെ മാം. അപ്പൊ എന്തായിരുന്നു പ്ലൂറൽ ഫ്ലൂയിഡ്? ആർക്കെങ്കിലും ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാവോ? ഹരിത പറയൂ. വേറെ ആരും അൺമ്യൂട്ട് ചെയ്യരുത് പ്ലീസ്. ഹരിത പറയൂ, എന്തായിരുന്നു പ്ലൂറൽ ഫ്ലൂയിഡ്? എന്തായിരുന്നു ഹരിത? നമ്മുടെ ലെൻസിനും ചെസ്റ്റിനും ഇടയിൽ കാണുന്ന ഒരു ഫ്ലൂയിഡ് ആണ്. അതെന്താ നമ്മൾ എങ്ങനെയാ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ബ്രീത്തിങ്ങിന്റെ ടൈമിന് ഡ്യൂറിങ് ആൻഡ് ബ്രീത്തിങ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട്, ബ്രീത്തിങ്ങിന്റെ ടൈമിൽ ഉണ്ടാകാവുന്ന ഫ്രിക്ഷൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഈ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നത്.
ഓക്കെ, ആര്യ മ്യൂട്ട് ചെയ്തോളൂ ആര്യ. അപ്പോ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കഴിഞ്ഞു, സെമൻ പഠിച്ചു, വജനൈൽ ഫ്ലൂയിഡ്, ദെൻ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, എന്തായിരുന്നു പ്ലൂറൽ ഫ്ലൂയിഡ്. നെക്സ്റ്റ് വൺ ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. ഓക്കെ, പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എഴുതിയോ? പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. എന്താ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാല് എന്താണ് അറിയോ? നോ മാം. ഓക്കെ, എഴുതിക്കോളൂ. ആ, നമ്മുടെ അബ്ഡമിനുള്ളിലുള്ള, അതായത് ഉദരാശയത്തിനുള്ളിലുള്ള ഒരു ക്യാവിറ്റിയാണ്, ഒരു അറയുണ്ട്. ഈ അറയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഉദരാശയത്തിനുള്ളിലുള്ള പെരിറ്റോണിയൽ അറയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഓർഗൻസിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാനൊക്കെ, സംരക്ഷിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനുമാണ് ഈ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? എന്താണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്? ഒന്നുകൂടി പറയാമോ? പറയാം. അതായത് നമ്മുടെ അബ്ഡമിന്റെ ഉള്ളിലുള്ള ഒരു അറയാണ്, ഒരു ക്യാവിറ്റിയാണ് എന്ത് പെരിറ്റോണിയൽ അറ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഉദരാശയത്തിനുള്ളിലുള്ള ഒരു അറയാണ് പെരിറ്റോണിയൽ അറ. ഈ പെരിറ്റോണിയൽ അറയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. നിങ്ങൾ ജസ്റ്റ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്ന് കേട്ടാൽ എന്ത് മനസ്സിലാക്കണം? ഈ ഉദരാശയത്തിനുള്ളിലുള്ള, അത് ഈ അബ്ഡോമന്റെ ഉള്ളിലുള്ള അറയിൽ കാണപ്പെടുന്ന, പെരിറ്റോണിയൽ അറയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. ഓക്കെ, കിട്ടിയോ? എഴുതിക്കോളൂ. പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്താണ്? പെരിറ്റോണിയൽ ഫ്ലൂയിഡ് ഈസ് എ ക്ലിയർ ആൻഡ് വാട്ടറി ഫ്ലൂയിഡ്. ക്ലിയർ ആൻഡ് വാട്ടറി ഫ്ലൂയിഡ് that fills FILLS. മാഡം ഒന്നും കൂടി പറയാം. പറയാം. Is a clear Peritoneum is a clear and watery, WATERY, watery fluid. Okay, peritoneal fluid is a clear and watery fluid that fills and watery-യോ എന്താ സർ? watery fluid, WATERY, fluid that fills the peritoneal cavity, PERITONEAL, peritoneal cavity, CAVITY, peritoneal cavity. കിട്ടിയോ? മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. Okay, peritoneal cavity, which is the space within the abdomen. Which is the space within the abdomen. Okay, അപ്പൊ എന്താ പെരിറ്റോണിയൽ ഫ്ലൂയിഡ്? പെരിറ്റോണിയൽ, ഉദരാശയത്തിനുള്ളിൽ, അബ്ഡമന്റെ ഉള്ളിലുള്ള പെരിറ്റോണിയൽ അറയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. Okay, peritoneal fluid is a clear and watery fluid that fills the peritoneal cavity, which is the space within the abdomen. കിട്ടിയോ? നോട്ട് ചെയ്തോ? ലാസ്റ്റ് ലൈൻ ഒന്ന് പറയോ മാം? പറയാം. മ്യൂട്ട് ചെയ്തോളൂ. Which is the space, SPACE, space within the abdomen. Within the abdomen, which is the space within the abdomen. കിട്ടിയോ? കിട്ടി മാം. Okay. Then പിന്നെ ബൈൽ എന്താ? ബൈൽ നെക്സ്റ്റ് ബോഡി ഫ്ലൂയിഡ് ആണ് ബൈൽ. എന്താ ബൈൽ? പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്ന് മലയാളത്തിൽ ലിവറിന്റെ ഉള്ളില് ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. ബൈൽ എന്താ? ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ഓക്കെ, ഉമ്മയ്ക്ക് അറിയാം എന്താ ബൈൽ? പെരിറ്റോണിയൽ ഫ്ലൂയിഡിന്റെ മലയാളം എന്തോ പെരിറ്റോണിയൽ, ആർക്കെങ്കിലും അറിയോ? മലയാളം അറിയോ ഇതിന്റെ?
പെരിറ്റോണിയൽ ഫ്ലൂയിഡ് ഉള്ളിലുള്ള ഒരു ക്യാവിറ്റി ആണ് പെരിറ്റോണിയൽ. അതിന്റെ ഉള്ളിലുള്ള ഒരു ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. അതെ, പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. ഓക്കെ, അതിന് ഡെഫിനിഷൻ മലയാളത്തിൽ പറയാനാണോ പറഞ്ഞത്? അതെ അതെ. ഓക്കെ. അപ്പൊ എന്താ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ മലയാളത്തിൽ എന്താണ്? നമ്മുടെ ഉദരാശയത്തിലുള്ള ഒരു അറയാണ് പെരിറ്റോണിയൽ അറ. ഓക്കെ, ഈ പെരിറ്റോണിയൽ അറയിൽ കാണപ്പെടുന്ന ലിക്വിഡ് ആണ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. ഓക്കെ, ക്ലിയർ ആയോ? ഉദരാശയത്തിനുള്ളിലെ അറയാണ് പെരിറ്റോണിയൽ അറ. ഈ പെരിറ്റോണിയൽ അറയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. ഓക്കെ. ദെൻ ബൈൽ എന്താ? ബൈൽ പിത്തം. ലിവറിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ്. ഓക്കെ, പിന്നെ ഡൈജസ്റ്റീവ് ജ്യൂസസ് ഉണ്ട്. ഓക്കെ, ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്ന് പറഞ്ഞാൽ എന്താ? മിസ് ബൈല് ക്ലിയർ ആയില്ല. പിത്തം. ലിവർ സെക്രേറ്റ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ആണ് ബൈൽ എന്ന് പറയുന്നത്. പിത്തം എന്ന് കേട്ടിട്ടില്ലേ? ബ്ലാക്ക് ബൈൽ എന്നൊക്കെ പറയില്ലേ? മാഡം. അതാണ് ബൈൽ, പിത്തം എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. എന്താണ് ഡൈജസ്റ്റീവ് ജ്യൂസസ്? ദഹനത്തിന് വേണ്ടി സഹായിക്കുന്നത്. ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ധാരാളം ഫ്ലൂയിഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാവോ ഡൈജസ്റ്റീവ് ജ്യൂസസിന്? സലൈവ. അതാണ് സലൈവ അല്ലെ, ഉമിനീര്. അതിന് നമ്മുടെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഏതാണ്? ഗ്യാസ്ട്രിക് ജ്യൂസ്. ഗ്യാസ്ട്രിക് ജ്യൂസ്. പിന്നെന്താണ്? അപ്പൊ ഇത്തരം ഫ്ലൂയിഡുകളെയാണ് നമ്മൾ ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ലിക്വിഡുകളാണിത്. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ. ഡൈജസ്റ്റീവ് ജ്യൂസസ് ആർ ലിക്വിഡ്സ് produced by organs like organs like the stomach and pancreas that help break down food during digestion. ഈ ഡൈജഷന്റെ ടൈമില് എന്താണ് നമ്മുടെ ഫുഡിന് എന്താണ് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ലിക്വിഡുകളാണ് ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയോ? ക്ലിയർ ആയിട്ടില്ല. പറയാം. Digestive juices are liquids. എഴുതിയോ? Digestive juices are liquids produced by organs like the stomach and pancreas. That help. ഈ ഡൈജസ്റ്റീവ് ജ്യൂസസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാ? That help break down food during digestion. എഴുതിയോ? നോട്ട് ചെയ്തോ? കിട്ടിയോ? Yes, ma'am. പിന്നെ വൊമിറ്റ് ആൻഡ് പസ് അറിയാലോ. വൊമിറ്റ് എന്താ? പസ് എന്താ? വോമിറ്റ് ഛർദിക്കുന്നതും. ഓക്കെ, അത് വൊമിറ്റ്, അതൊരു ഫ്ലൂയിഡ് ആണ്. പിന്നെ എന്താ? പസ് എന്താ?
എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായിട്ട് അതിൽ നിന്ന് പിന്നെ ലീക്ക് വരില്ലേ? ഓക്കെ, പഴുപ്പ് കേട്ടിട്ടില്ലേ? പസ് ക്ലിയർ ആണോ? വൊമിറ്റ് ആൻഡ് പസ് ക്ലിയർ ആണോ? യെസ് മാം. അപ്പൊ ഇത്രയും ഫ്ലൂയിഡ്സ് ആണ് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്നതായിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സ് ആണ് ഇതെല്ലാം. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ബോഡി ഫ്ലൂയിഡ്സ്? ഏതൊക്കെയാ ബോഡി ഫ്ലൂയിഡ്സ്? ഷമീന എന്നാണോ? ഷംന ഓർ ഷമീന? ഓക്കെ, ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും ഏതൊക്കെ ബോഡി ഫ്ലൂയിഡ്സ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്? CSF, semen, vaginal fluid, amniotic fluid, pleural fluid. സുജ കണ്ടിന്യൂ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഏതൊക്കെ ബോഡി ഫ്ലൂയിഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? CSF, semen, vaginal fluid, amniotic fluid, pleural fluid, peritoneal fluid, and bile, digestive juices, and vomit and pus. പിന്നെന്താ? ബ്ലഡ് ഉണ്ട്, യൂറിൻ ഉണ്ട്, പിന്നെന്താ? ഫീസസ് ഉണ്ട്, സലൈവ, ടിയേഴ്സ്, ബ്രസ്റ്റ് മിൽക്ക്. ഓക്കെ, ഇതെല്ലാം എന്താണ്? നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ബോഡിയിൽ കാണപ്പെടുന്നതോ ആയിട്ടുള്ള ഫ്ലൂയിഡുകളാണ്. അപ്പൊ ഇത്തരം ഫ്ലൂയിഡിന്റെ ലീക്കേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്? അപ്പൊ ഈ ബോഡി ഫ്ലൂയിഡ്സ് ഇതെല്ലാം ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് പേജിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. എന്താണ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാല്? നമ്മുടെ പേഴ്സണെ, ഹെൽത്ത് കെയർ സ്റ്റാഫിനെയോ? ഓക്കെ, വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്താണ്? നമ്മളൊരു വേർഡ് പഠിച്ചിട്ടുണ്ട്, PPE. ഓർക്കുന്നുണ്ടോ? PPE എന്താ? PPE പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. നമ്മുടെ ഈ വർക്ക് പ്ലേസിലോ എന്താണ് എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടായാലോ ഡിസീസ് ഉണ്ടായാലോ അതിന് കാരണമാകാവുന്ന അപകടങ്ങൾ, റിസ്കുകൾ കുറയ്ക്കാനായിട്ട് വെയർ ചെയ്യുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? PPE അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് ഈ ബോഡി ഫ്ലൂയിഡ്സിൽ ഏതെങ്കിലും ഒന്നിന്റെ എന്താണ് ലീക്കേജ് ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? ഈ ബോഡി ഫ്ലൂയിഡ്സ് മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്, മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ബ്ലഡിന്റെയോ ഇത്തരം ബോഡി ഫ്ലൂയിഡ്സിന്റെയോ ലീക്കേജ് ഉണ്ടായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ ആണ് വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. നമ്മൾ PPE വെയർ ചെയ്യണം. ഓക്കെ, പേഴ്സണൽ ഷുഡ് പുട്ട് ഓൺ ദ പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫും എന്താണ്? ഈ PPE വെയർ ചെയ്യണം. ഏതൊക്കെയാണ് PPEയിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഡിവൈസുകൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഏതൊക്കെയാ? സച്ച് ആസ് ഗ്ലൗസ് ഉണ്ട്, ഓക്കെ, ഗ്ലൗസ് ഉണ്ട്, ഗൗൺസ് ആൻഡ് ഫേസ് ഷീൽഡ്. ഓക്കെ, ക്ലിയർ ആണോ? ഏതൊക്കെയാണ് PPEയിൽ വരുന്നത്? ഇത് മാത്രമല്ല കേട്ടോ, such as gloves, gowns and face shield. Okay, before approaching the spillage to prevent contact with the liquid. അപ്പൊ ലിക്വിഡുമായിട്ട് കോണ്ടാക്ട് വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. അപ്പൊ ഇത്തരം ബോഡി ഫ്ലൂയിഡ്സിന്റെയോ അല്ലെങ്കിൽ ബ്ലഡിന്റെയോ ലീക്കേജ് ഉണ്ടായാൽ നമ്മൾ PPE അതുമായിട്ട് കോണ്ടാക്ട് വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി, ഓക്കെ, പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇത്തരം PPE വെയർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ആണ് കണ്ടെയ്ൻ ദ സ്പിൽ. എന്തായിരുന്നു കണ്ടെയ്ൻ ദ സ്പിൽ എന്ന് പറഞ്ഞാല്? എന്തായിരുന്നു കണ്ടെയ്ൻ ദ സ്പിൽ? എന്തോ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ കൺട്രോൾ ചെയ്യുന്നത്. ചെയ്യാതെ നമ്മൾ കൺട്രോൾ ചെയ്യണം. സ്പ്രെഡ് ചെയ്യാതെ ബ്ലോക്ക് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഏതൊക്കെയാണ്? കണ്ടെയ്ൻ ദ സ്പിൽ. സ്പില്ലിനെ നമ്മൾ സ്പ്രെഡ് ചെയ്യാതെ കൺട്രോളിൽ കൊണ്ടുവരണം. എങ്ങനെയാണ്? യൂസ് അബ്സോർബൻ മെറ്റീരിയൽസ്. അതിനുവേണ്ടി നമുക്ക് അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ഏതൊക്കെയാണ്? സച്ച് ആസ് പേപ്പർ ആയിരിക്കാം, ടവൽസ് ഓർ അബ്സോർബൻ പാഡ്സ്. ഓക്കെ,
നമുക്ക് ഇത്തരം സ്പില്ല് ഉണ്ടായാൽ, ഇത്തരം ലീക്കേജ് ഉണ്ടായാൽ അത് സ്പ്രെഡ് ചെയ്യാതെ തടയണം. അതിനുവേണ്ടി നമുക്ക് അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. അപ്പൊ ഏതൊക്കെയാണ് അബ്സോർബൻ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്? ടവൽസോ ടിഷ്യൂസോ അല്ലെങ്കിൽ അബ്സോർബൻ പാഡ്സോ ആയിരിക്കാം. ഓക്കെ, then put them in a bag or container marked biohazard. If there any glass pieces present, more precaution should be taken. അപ്പൊ നമ്മള് ഈ അബ്സോർബൻ പാഡ്സ് എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നത്? അത് സ്പ്രെഡ് ചെയ്യാതെ തടയുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഇത്തരം സ്പില്ലേജുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന ഇത്തരം അബ്സോർബൻ മെറ്റീരിയൽസിനെ നമ്മൾ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം? എങ്ങനെയാണ്? ബയോഹസാർഡ് എന്ന് ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഇത്തരം അബ്സോർബൻ മെറ്റീരിയൽസിനെ ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? കണ്ടെയ്ൻഡ് സ്പിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്പില്ലേജിനെ പറയാം. കണ്ടെയ്ൻഡ് സ്പിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്പില്ലേജിനെ എന്താണ്? സ്പ്രെഡ് ചെയ്യാതെ കൺട്രോളിലാക്കണം. അതിനുവേണ്ടി നമുക്ക് അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ഏതൊക്കെയാണ് അബ്സോർബൻ മെറ്റീരിയൽസ്? ടവൽ ആവാം, ടിഷ്യൂ യൂസ് ചെയ്യാം, അബ്സോർബൻ പാഡ് ആകാം. അപ്പോ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന എല്ലാ ഈ അബ്സോർബൻ മെറ്റീരിയൽസിനെയും നമ്മൾ പ്രോപ്പർ ആയിട്ട് വേണം ഡിസ്പോസ് ചെയ്യാനായിട്ട്. എങ്ങനെയാ ഡിസ്പോസ് ചെയ്യേണ്ടത്? ബയോഹസാർഡ് എന്ന് ലേബിൾഡ് ചെയ്ത, അതായത് ഡേഞ്ചർ ആണെന്ന് ലേബിൾഡ് ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഇത്തരം വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഡിസിൻഫെക്ട് ദ ഏരിയ. എങ്ങനെയാണ് ആ ഏരിയ ഡിസിൻഫെക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അണുവിമുക്തമാക്കേണ്ടത്? എങ്ങനെയാണ്? ആൻഡ് adequate elevation of both gram-positive and gram-negative bacteria using 1% hypochlorite solution. Very important, 1% hypochlorite solution in case of blood and body fluid samples. Okay. അപ്പോ ബോഡി ഫ്ലൂയിഡ് സാമ്പിൾസോ അല്ലെങ്കിൽ ബ്ലഡോ ആണെങ്കിൽ നമ്മൾ ഏത് സൊല്യൂഷൻ യൂസ് ചെയ്താണ് ഡിസിൻഫെക്ട് ചെയ്യേണ്ടത്? 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ പിന്നെ പഠിച്ചു ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് എന്ന് പഠിച്ചു അല്ലെ? എന്താ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ്? എന്താണ്? എന്താ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ്? ഗ്രാം സ്റ്റെയിൻ എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്, ഒരു മെത്തേഡ് ഉണ്ട് ഗ്രാം സ്റ്റെയിൻ. അതായത് ഈ ബാക്ടീരിയൽ സ്പീഷീസുകൾ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഗ്രാം സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാം സ്റ്റെയിൻ പ്രോസസ് അല്ലെങ്കിൽ ഗ്രാം സ്റ്റെയിൻ മെത്തേഡ് എന്തിനു വേണ്ടിയാണ്? ഈ ബാക്ടീരിയാസിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ഈ ബാക്ടീരിയ സ്പീഷീസുകൾ ഉണ്ടല്ലോ, ഇതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഗ്രാം സ്റ്റെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ ഈ ഗ്രാം സ്റ്റെയിൻ ചെയ്യുന്ന ബാക്ടീരിയാസ് അതിനുശേഷം എന്താവും? ഡിഫറെന്റ് കളേഴ്സിലോട്ട് ചേഞ്ച് ആകും. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? ഈ ബാക്ടീരിയാസ് ഗ്രാം സ്റ്റെയിന് ശേഷം, ആ ഒരു പ്രോസസ്സിന് ശേഷം ഡിഫറെന്റ് കളേഴ്സിലോട്ട് ചേഞ്ച് ആകും. ഓക്കെ, ഏത് കളേഴ്സിലോട്ടാണ് ചേഞ്ച് ആകുന്നത്? നോക്കിക്കോളൂ, ബ്ലൂ ഓർ പർപ്പിൾ. ബ്ലൂവോ അല്ലെങ്കിൽ പർപ്പിളോ ആണെങ്കിൽ അത്തരം ബാക്ടീരിയാസ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ ഗ്രാം സ്റ്റെയിനിന് ശേഷം ബാക്ടീരിയാസ് 2 സെറ്റ് ഓഫ് കളേഴ്സിലോട്ട് ചേഞ്ച് ആകും. ബ്ലൂവോ പർപ്പിൾ കളറോ ആണെങ്കിൽ ആ ബാക്ടീരിയാസ് ഏതാണ്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ് ആണ്. ഓക്കെ, വേറാസ് പിങ്ക് ഓർ റെഡ്, പിങ്കോ റെഡോ ആണെങ്കിൽ ഏതാണിത്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ അല്ല. ക്ലിയർ അല്ല. ഒരു വട്ടം കൂടി പറയുമോ? പറഞ്ഞുതരാം. ഈ ഗ്രാം സ്റ്റെയിൻ എന്നൊരു പ്രോസസ് ഉണ്ട്. അതെന്തിനു വേണ്ടിയാണ് ആ മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ഈ ബാക്ടീരിയകളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്, ബാക്ടീരിയൽ സ്പീഷീസുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഗ്രാം സ്റ്റെയിൻ എന്നൊരു മെത്തേഡ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ഗ്രാം സ്റ്റെയിനിന് ശേഷം ഈ ബാക്ടീരിയാസ് ഡിഫറെന്റ് കളേഴ്സിലോട്ട് ചേഞ്ച് ആകും. ഓക്കെ, അപ്പൊ അതിന്റെ കളർ നോക്കി നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാം.
ഓക്കെ, ഈ ഗ്രാം സ്റ്റെയിൻ എന്ന് പറഞ്ഞാല് ഒരു പ്രോസസ് ആണെന്ന് പറഞ്ഞല്ലോ. അതിൽ ധാരാളം കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ടാവും, പലതരം പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനുശേഷം ഈ ബാക്ടീരിയാസ് ഡിഫറെന്റ് കളേഴ്സിലോട്ട് ചേഞ്ച് ആകും. ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ കളറിലോട്ടാണ് ചേഞ്ച് ആകുന്നതെങ്കിൽ അത്തരം ബാക്ടീരിയാസ് ആണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ്. ഓക്കെ, അല്ലെങ്കിൽ പിങ്ക് ഓർ റെഡ്, പിങ്കിലോട്ടോ റെഡിലോട്ടോ ബാക്ടീരിയാസിന്റെ കളർ ചേഞ്ച് ആകും. അത്തരം ബാക്ടീരിയാസുകൾ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പിങ്കോ റെഡ് ആണെങ്കിൽ അത് ഗ്രാം നെഗറ്റീവും, പർപ്പിളോ ബ്ലൂ ആണെങ്കിൽ ഗ്രാം പോസിറ്റീവും ആണെന്ന്. ഓക്കെ, അപ്പൊ ഇത്തരം ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്യേണ്ടത് എന്തിനാണ്? എങ്ങനെ, ഏത് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ്? ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ഉണ്ടായാൽ ആ ഏരിയ ഡിസിൻഫെക്ട് ചെയ്യേണ്ടത് ഏത് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ്? ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ക്ലീൻ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അല്ല ഇത്. ഓക്കെ, ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസും പറഞ്ഞല്ലോ. അതിന് എക്സാമ്പിൾസ് നമുക്ക് പറയാം. ഏതൊക്കെയാണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസിന് എക്സാമ്പിൾസ് ആണ്? ക്ലോസ്ട്രീഡിയം, ആക്ടിനോമൈസസ്, നോക്കാർഡിയ. ഓക്കെ, ക്ലോസ്ട്രീഡിയം, ആക്ടിനോമൈസസ്, നോക്കാർഡിയ. ഓക്കെ, പിന്നെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഈക്കോളി, കേട്ടിട്ടില്ല? ഈക്കോളി. Then influence vibrio cholera. Okay, E. coli, vibrio cholera. ഇത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്തരം ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ ആണ് 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. അത് ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോ യൂസ് എ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ടു ക്ലെൻസ് ദ affected area completely using apt solution. Okay, then abide by the manufacturer's directives for the proper concentration and contact time of the disinfectant. അപ്പോ ഈ സൊല്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്ര അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം എന്ത് ശ്രദ്ധിക്കണം? എന്താണ്? മാനുഫാക്ചേഴ്സിന്റെ നിർദ്ദേശങ്ങൾ, നിർമ്മിച്ചിരിക്കുന്ന ആൾക്കാരുടെ നിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എന്താണ് പാലിച്ചായിരിക്കണം ഇത്തരം സൊല്യൂഷൻസ് യൂസ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഈ അബ്സോർബൻ പാഡ്സ് യൂസ് ചെയ്യേണ്ടതും. ക്ലിയർ ആണോ? അപ്പൊ എങ്ങനെയാണ് ആ ഏരിയ ഡിസിൻഫെക്ട് ചെയ്യേണ്ടത്? 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ ആ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, then the area, okay, next one എന്താണ്? Then the area should be made clean using water and general purpose detergent allowed to air dry. അതിനുശേഷം ഈ 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ജനറൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ഡിറ്റർജന്റ് യൂസ് ചെയ്ത് നമുക്ക് ക്ലീൻ ആക്കാം ആ ഏരിയ. ഓക്കെ, വാട്ടർ വെച്ചോ അല്ലെങ്കിൽ ജനറൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഡിറ്റർജന്റ് വെച്ചിട്ടോ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, കിട്ടിയോ? Then get rid of waste. ഓക്കെ, ആ വേസ്റ്റ് നമ്മൾ എങ്ങനെ ഒഴിവാക്കണം? എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? All materials that come in touch with the blood and body fluid spills should be discarded as dangerous waste in labeled biohazard bags or containers. നമ്മൾ അബ്സോർബൻ മെറ്റീരിയൽസിന്റെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ എല്ലാ മെറ്റീരിയൽസും, ഇതുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും, കോട്ടൺ ആയിരിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ബ്ലഡ് ആണെങ്കിൽ എന്തെങ്കിലും കോട്ടൺ വെച്ച് വൈപ്പ് ചെയ്യുന്നു പറഞ്ഞല്ലോ, അപ്പൊ കോട്ടൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഡ്രസ് കണ്ടാമിനേറ്റഡ് ഡ്രസ് ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ്സ്, നമ്മൾ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യണം? ലേബിൾഡ് ചെയ്ത ബയോ ഹസാർഡ് എന്ന് ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഇത്തരം വേസ്റ്റുകളെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? Then hand hygiene should be done. Okay, hand hygiene must ആണ്. പിന്നെന്താണ്? Soft furnishings may be damaged by disinfectant products such as sodium hypochlorite. It is suggested that polluted soft furnishings and carpets unable to endure chemical disinfection should be made clean using hot water and a detergent or steam cleaned.
നമ്മൾ പറഞ്ഞു ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സിന്റെ ലീക്കേജ് ഉണ്ടായാൽ ആ ഏരിയ സർഫസ് നമുക്ക് 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ അത് യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് അല്ലേ? പക്ഷെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരിക്കുമല്ലോ, കാർപ്പറ്റ്സ്, കർട്ടൻസ് പോലുള്ളവ. ഇത്തരം സോഫ്റ്റ് മെറ്റീരിയൽസിനെ നമുക്ക് ഈ ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് ഡാമേജ് ആയി പോകും. അത്തരം സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹോട്ട് വാട്ടർ വെച്ച് ക്ലീൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? ഡിറ്റർജന്റ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ വെച്ചോ അല്ലെങ്കിൽ സ്റ്റീം ക്ലീൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഇത്തരം സോഫ്റ്റ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സിന് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഈ കാർപ്പറ്റ്സ്, കർട്ടൻസ് പോലുള്ളവ നമ്മൾ ഈ ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ പാടില്ല, അത് ഡാമേജ് ആവും. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് ഹോട്ട് വാട്ടറോ സ്റ്റീം ക്ലീനിങ്ങോ അല്ലെങ്കിൽ എന്താണ് ഡിറ്റർജന്റ് വെച്ചോ ഇത്തരം സർഫസ് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിന്റെ ലീക്കേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പിന്നെ ഡിഫറെന്റ് ബോഡി ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു ഡിഫറെന്റ് ബോഡി ഫ്ലൂയിഡ്സ്? ഏതൊക്കെയായിരുന്നു? ചെയ്തോളൂ പ്ലീസ്. ഓക്കെ, പറയൂ, ഏതൊക്കെയായിരുന്നു നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്? blood, urine, feces, saliva, tears, beer, breast milk, cerebrospinal fluid, semen, vaginal fluid, amniotic fluid, pleural fluid, peritoneal fluid, bile, digestive juices, vomit and pus. ഓക്കെ, ഷമീന അല്ലേ? ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. ദെൻ എന്തായിരുന്നു CSF? CSF എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? What do you mean by CSF? ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരെങ്കിലും പറയൂ, എന്താണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്? ബ്രെയിനും സ്പൈനൽ കോഡിനും ഇടയിലുള്ള ഫ്ലൂയിഡാണ്. കണ്ടിന്യൂ. എന്താണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്? ഹലോ, പറഞ്ഞോളൂ. ബ്രെയിനും സ്പൈനൽ കോഡിനും ഇടയിലുള്ള ഒരു ഫ്ലൂയിഡാണ്. അത് സ്പൈനൽ കോഡിനെയും ബ്രെയിനിനെയും ഹെൽപ്പ് ചെയ്യാൻ വെച്ചാൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫ്ലൂയിഡാണ്. ഇഞ്ചുറീസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഫ്ലൂയിഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആയിരുന്നു സെമൻ. സെമൻ എന്തായിരുന്നു? സെമൻ എന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ് ആണ്. സെമൻ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ് ആണ്. ദെൻ വജൈനൽ ഫ്ലൂയിഡ് എന്തായിരുന്നു? ഡിസ്ചാർജ് ആവുന്ന ഒരു ഫ്ലൂയിഡ് ആണ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ വർഷ, മ്യൂട്ട് ചെയ്തോളൂ. ദെൻ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്തായിരുന്നു? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ഒരു ലിക്വിഡ് ആണ്. പ്രഗ്നൻസി ടൈമില് ബേബിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്തായിരുന്നു? പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്തായിരുന്നു? ഉദരാശയത്തിനുള്ളിലുള്ള ഒരു അറയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. ഉദരാശയത്തിനുള്ളിൽ ഉള്ള ഒരു അറയാണ് പെരിറ്റോണിയൽ അറ. ആ പെരിറ്റോണിയൽ അറയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. പ്ലൂറൽ ഫ്ലൂയിഡ് കുഞ്ഞായിട്ടുള്ള പാർട്ട് ആണ് പ്ലൂറ. ഈ പ്ലൂറയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ ഫ്ലൂയിഡ്. ബ്രീത്ത് ടൈമില് ചെസ്റ്റിന്റെയും ലങ്സിന്റെ വാളിൽ ഉണ്ടാകുന്ന ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലൂറൽ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്. പിന്നെന്തായിരുന്നു? ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്തായിരുന്നു? ഡൈജസ്റ്റീവ് ജ്യൂസസ് പറയൂ. ഡൈജസ്റ്റീവ് ജ്യൂസസ് ഫ്ലൂയിഡുകളെയാണ് ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്ന് പറയുന്നത്.
അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. പിന്നെ ഈ ബ്ലഡിന്റെയോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ഇത്തരം ബോഡി ഫ്ലൂയിഡ്സിന്റെയോ ലീക്കേജ് ഉണ്ടായാലും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു ഹെൽത്ത് കെയർ സ്റ്റാഫ് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? എന്തൊക്കെയാണ്? PPE കിറ്റ് ആദ്യം ധരിക്കണം. ആണ് എന്താ പേര്? എന്താ പേര്? പേരെന്താ? ആരെങ്കിലും ഒരാള് കണ്ടിന്യൂ ചെയ്യൂ. വിയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഉമ കണ്ടിന്യൂ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. എന്താണ് വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്? ഏതൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്? ഗ്ലവ്സ്, ഗൗൺസ്, ഫേസ് ഷീൽഡ്. ഇതിലൊക്കെ കൂടി നമുക്ക് പേര് പഠിച്ചു. എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE. PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വെയർ ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്? കണ്ടെയ്ൻഡ് സ്പിൽ, അതായത് സ്പ്രെഡ് ചെയ്യാതെ കൺട്രോൾ ചെയ്യുന്ന മെറ്റീരിയൽ. അത് ഏതൊക്കെ മെറ്റീരിയൽസാ? അത് നമ്മൾ അബ്സോർബന്റ് മെറ്റീരിയൽസ് എന്ന് പറയും. ഏതൊക്കെയാ അത്? പേപ്പർ, ടവല്, അബ്സോർബന്റ് പാഡ്. പേപ്പറോ ടവലോ ടിഷ്യൂസോ അബ്സോർബന്റ് പാഡ്സ് ഒക്കെ ആയിരിക്കാം. ഇത്തരം അബ്സോർബന്റ് മെറ്റീരിയൽസിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ബയോഹസാർഡ് ലാബിൽ ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ വെച്ചിട്ടാണ് അത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഇത്തരം മെറ്റീരിയലുകളെ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ ഉമ, നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് പോയിന്റ് ഡിസിൻഫെക്ട് ദ ഏരിയ. എങ്ങനെയാണ് ആ ഏരിയ ഡിസിൻഫെക്ട് ചെയ്യേണ്ടത്? 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. 1% ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ ലീക്കേജ് ആണെങ്കിൽ നമ്മൾ 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെന്താണ്? അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ്? വാട്ടർ വെച്ചും ജനറൽ പർപ്പസ് ഡിറ്റർജന്റ് യൂസ് ചെയ്തോ ക്ലീൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെന്താ? നെക്സ്റ്റ് പോയിന്റ് ഏതാ? ഗെറ്റ് റിഡ് ഓഫ് വേസ്റ്റ്. വേസ്റ്റുകൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം? കണ്ടെയ്നറിലും തന്നെ ഡിസ്പോസ് ചെയ്യേണ്ടത്. ബയോഹാഡ്സ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആണ് ഡിസ്പോസ് ചെയ്യേണ്ടത്. പിന്നെന്താണ്? അടുത്തത് ഹാൻഡ് ഹൈജീൻ. മസ്റ്റ് ഹാൻഡ് ഹൈജീൻ ഷുഡ് ബി ഡൺ. ആയിരിക്കണം. പിന്നെന്താണ്? നമ്മൾ പറഞ്ഞു 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, ഡിസിൻഫെക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ സോഫ്റ്റ് മെറ്റീരിയൽ ആയ സോഫ്റ്റ് വെർഷനും കാർപ്പറ്റ്സ് ഒന്നും നമ്മൾ ഹോട്ട് വാട്ടറിലോ ഡിറ്റർജന്റിലോ സ്റ്റീം ക്ലീനറിലോ മാത്രമേ ക്ലീൻ ചെയ്യാവൂ. 1% ഹൈഡ്രോക്ലോറൈഡിൽ ക്ലീൻ ചെയ്യാൻ പാടില്ല. സോഫ്റ്റ് ആയിട്ടുള്ള ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, ബ്ലഡിന്റെ പോലെ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിന്റെ ലീക്കേജ് പോലെ മെർക്കുറിയുടെ ലീക്കേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അത് ഡിസ്കസ് ചെയ്യാം. ഗ്രാം നെഗറ്റീവും ഗ്രാം പോസിറ്റീവും ഇമ്പോർട്ടന്റ് ആയ കാര്യം അല്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, എന്താ ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും? ഗ്രാം സ്റ്റെയിനിന് ശേഷം ഈ ബാക്ടീരിയൽ സ്പീഷീസിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു പ്രോസസ് ആണ് ഗ്രാം സ്റ്റെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രാം സ്റ്റെയിൻ പ്രോസസ്സിന് ശേഷം ബാക്ടീരിയാസ് ഡിഫറെന്റ് കളേഴ്സിലോട്ട് ചേഞ്ച് ആകും. ഓക്കെ, അത് ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ ആണെങ്കിൽ ഗ്രാം പോസിറ്റീവ് ആണ്, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ് ആണ്. അല്ലെങ്കിൽ റെഡോ പിങ്കോ ആണെങ്കിൽ എന്താണത്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഞാൻ മൈൻഡ് ചെയ്തോ? Okay, ma'am. Thank you. Okay, miss. Thank you. Ma'am, thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.